പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയികളാകാൻ വേണ്ടിയാണ്. അന്ത്യദിനത്തിൽ നമ്മുടെ നന്മകൾ തൂക്കപ്പെടുന്ന ഒരു തുലാസിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് എങ്ങനെ കനം തൂങ്ങും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. സൂറത്തുൽ ഖാരിയയിലൂടെ അള്ളാഹു പറയുന്നു, അപ്പോൾ ആരുടെ നന്മകളുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവൻ തൃപ്തികരമായ പരലോക ജീവിതത്തിലായിരിക്കും. സൂറത്തുൽ ഖാരി 6-7 ആയത്തുകൾ. പരലോകത്തെ ആ വലിയ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കർമ്മം ഏതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യദിനത്തിൽ ഒരു സത്യവിശ്വാസിയുടെ കർമ്മ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ ഭാരമുള്ള മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ ഐച്ഛികമായ സുന്നത്ത് കർമ്മങ്ങളെക്കാളും പരലോകത്തെ തുലാസിൽ കനം തൂങ്ങുന്നത് ഒരാളുടെ നല്ല സ്വഭാവമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. സൽസ്വഭാവത്തിന് ഇത്രയും വലിയ പദവി നൽകിയെന്ന് കരുതി സുന്നത്ത് നിസ്കാരങ്ങൾക്കും സുന്നത്ത് നോമ്പുകൾക്കും പുണ്യമില്ല എന്നോ അതൊന്നും ചെയ്യേണ്ടതില്ല എന്നോ ഇതിനർത്ഥമില്ല. സുന്നത്ത് കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന വലിയ പുണ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരാൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുകയും അതേസമയം തന്നെ അയാളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചീത്ത സ്വഭാവം കാണിക്കുകയും ചെയ്താൽ ആ ആരാധനകൾ കൊണ്ട് പരലോകത്ത് വലിയ ഫലമുണ്ടാവില്ല. കാരണം ആ ആരാധനകൾ അള്ളാഹുവോടുള്ള കടമയാണെങ്കിൽ സൽസ്വഭാവം എന്നത് മനുഷ്യരോടുള്ള കടമയാണ്. നാം കാരണം ഒരാൾ സങ്കടപ്പെട്ടാൽ പരലോകത്ത് വെച്ച് നമ്മുടെ നന്മകൾ അള്ളാഹു അവർക്ക് നൽകും. അങ്ങനെ നമ്മുടെ തുലാസ് ശൂന്യമായി പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽസ്വഭാവത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത്. നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളും നോമ്പുകളും സൽസ്വഭാവത്തിലൂടെ മാത്രമേ പൂർണ്ണതയിലെത്തൂ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം അത്തരം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിലൂടെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്, തീർച്ചയായും നീ മഹത്തായ ഒരു സ്വഭാവത്തിലാകുന്നു. സൂറത്തുൽ കലം 4-ാമത്തെ ആയത്ത്. ഏതൊരു മനുഷ്യൻ്റെയും യഥാർത്ഥ സൗന്ദര്യം അവൻ്റെ സ്വഭാവശുദ്ധിയിലാണ്. ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് കാരുണ്യത്തോടും വിട്ടുവീഴ്ചയോടും കൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അന്ത്യദിനത്തിൽ നമ്മുടെ നന്മകളുടെ തുലാസ് കനം തൂങ്ങുന്ന സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.